റസൂൽ പറഞ്ഞു വജബത്. ഫഖാല ഉമർ ബിൻ ഖത്താബ്, ഉമർ റളിയല്ലാഹുവിന്റെ ചോദ്യം, മാ വജബത്, എന്താണ് നബിയെ നിർബന്ധമായത്? പ്രവാചകന്റെ മറുപടിയും ഹാദാ അഫ്നൈതു അലൈഹി ഖൈറാ ഫവജബത് ലഹുൽ ജന്ന. ഒന്നാമത്തെ ജനാസയെ കുറിച്ച് നിങ്ങൾ പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും പുകഴ്ത്തുകയും ആശംസിക്കുകയും ചെയ്തു, അതുകൊണ്ട് അയാൾക്ക് സ്വർഗ്ഗം നിർബന്ധമായി. വഹാദാ അഫ്നൈതു അലൈഹി ശർറൻ ഫവജബത് ലഹുൻ നാർ. രണ്ടാമത്തെ ജനാസയെ കുറിച്ച് നിങ്ങൾ മോശമാക്കി സംസാരിച്ചു, ഇകഴ്ത്തി സംസാരിച്ചു, അത് കാരണമായി അയാൾക്ക് നരകവും നിർബന്ധമായി. അൻതുമുശ് ശുഹദാഉ ലില്ലാഹി ഫിൽ അർള്. ഭൂമിയിൽ അള്ളാഹുവിന്റെ സാക്ഷികളാണ് ആ മനുഷ്യര് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വന്നത്, നമ്മിലേക്ക് എപ്പോഴും മരണം കടന്നു വരാം. ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നമ്മൾ ഒറ്റക്കാണ്, ഒരാളുമില്ല. ഇഹലോക ജീവിതത്തിൽ നല്ല സ്നേഹബന്ധങ്ങൾ നമുക്കുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ഭാര്യയുണ്ട്, ഉപ്പയും ഉമ്മയും കൂട്ടുകാരും മക്കളും എല്ലാം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പക്ഷേ മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ആ ജീവിതത്തിൽ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്, ഒരാളുമില്ല. ഖബർ എന്നത് ഭയാനകവും പേടിപ്പെടുത്തുന്നതുമാണെന്നൊക്കെ നമുക്കറിയാം. എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യനതാ തന്റെ സ്വർഗത്തിന് വേണ്ടി പ്രയത്നിക്കുകയും സ്വർഗം നേടിയെടുക്കാൻ എന്തൊരു നന്മയാണോ, നന്മയുടെ വശമേതുവോ അതവൻ സ്വീകരിക്കുകയും പഠിക്കുകയും ചെയ്യും. കാരണം റബ്ബിന്റെ എത്ര അനുഗ്രഹങ്ങളാണ് നമ്മൾ ആസ്വദിക്കുന്നത്. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രമാത്രം അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നില്ലേ? അള്ളാഹു നൽകിയ കണ്ണുകൊണ്ട് എന്തെല്ലാം കാണാൻ കഴിയുന്നു, കാതുകൾ കൊണ്ട് എന്തെല്ലാം കേൾക്കാൻ കഴിയുന്നു, അതുപോലെ നടക്കാൻ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നു, ഏതൊക്കെ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നു, എന്തെല്ലാം നമ്മൾ സംസാരിക്കുന്നു. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. രണ്ട് കണ്ണുകൾ ഞാൻ നിനക്ക് നൽകിയില്ലേ? രണ്ട് ചുണ്ടുകൾ നിനക്ക് ഞാൻ നൽകിയില്ലേ? ഒരു നാവ് ഞാൻ നൽകിയില്ലേ എന്ന് നാഥൻ ചോദിക്കുകയാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങളിൽ അനുഗ്രഹമായിട്ട് എന്തുണ്ടെങ്കിലും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് അനുഗ്രഹമുണ്ടോ മുഴുവൻ അള്ളാഹുവിൽ നിന്നാണ്. വഇൻ തഅദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. ആ അനുഗ്രഹങ്ങളെങ്ങാനും നിങ്ങൾ എണ്ണുകയാണെങ്കിൽ മനുഷ്യ നിനക്കൊരിക്കലും അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അത്രമാത്രം അനുഗ്രഹങ്ങളുണ്ട്. മാത്രമല്ല ഇന്ന അവ്വല മാ യസ്അലു അൻഹു യൗമൽ ഖിയാമത്തി യഅനിൽ അബ്ദു മിൻ നഈം. ഖിയാമത്ത് നാളിൽ മനുഷ്യനോട് വിചാരണ ചെയ്യുകയാണ്, മനുഷ്യനോട് ചോദ്യം ചെയ്യുകയാണ്, മനുഷ്യൻ ആസ്വദിക്കുന്ന റബ്ബിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ്. അലം നുസിഹ ലക് ജിസ്മിക്. നിനക്ക് ഞാൻ നല്ല ശരീരം നൽകിയില്ലേ? ആരോഗ്യ ദൃഢഗാത്രമായ ശരീരം ഞാൻ നിനക്ക് നൽകിയില്ലേ? വനുർവീക മിനൽ മാഇൽ ബാരിദ്. അതുപോലെ തന്നെ ശീതള പാനി ഞാൻ നിന്നെ കുടിപ്പിച്ചില്ലേ മനുഷ്യ എന്ന് മനുഷ്യനോട് റബ്ബ് ചോദിക്കും. ഓരോ അനുഗ്രഹങ്ങളും എത്ര അനുഗ്രഹങ്ങളാണ്! അത്രമാത്രം അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട് റബ്ബ് നൽകിയത്. തീർച്ചയായും നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളെ കുറിച്ചും റബ്ബ് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് യാത്ര ചെയ്യാൻ നല്ല വാഹനങ്ങൾ, താമസിക്കാൻ ശീതീകരിച്ച നല്ല റൂമുകൾ, വീടുകൾ, അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും, അണിയാൻ നല്ല വസ്ത്രങ്ങൾ, നല്ല ജോലി, ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ മനുഷ്യൻ ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ റബ്ബ് മനുഷ്യനോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു വിഷയം, ആ വിഷയം ആർക്കും അംഗീകരിക്കാൻ പറ്റാവുന്നതാണ്: റബ്ബിനെ ആരാധിക്കുക. തിന്മകളായ വിഷയങ്ങൾ ഏതുവോ മനുഷ്യൻ വെറുക്കുന്ന, മദ്യപിക്കരുതേ, വ്യഭിചരിക്കരുതേ, മോഷ്ടിക്കരുതേ, ഇന്നത് ചെയ്യരുതേ എന്ന് പറയുന്നത് ആരും ഇഷ്ടപ്പെടില്ല. അത് ചെയ്താൽ ചെയ്യുന്നവനോട് ആളുകൾക്ക് വെറുപ്പാണ്. അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നിങ്ങളുടെ റബ്ബ്, നമ്മുടെ നാഥൻ, റഹ്മാനായ നാഥൻ നമ്മോട് വിലക്കിയിട്ടുള്ളൂ. അതല്ലാത്ത ഏതെങ്കിലും ഒരു നന്മയുടെ വശം നിങ്ങൾ ചെയ്യരുതേ എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. മുഴുവൻ മോശപ്പെട്ട കാര്യങ്ങൾ മാത്രം വിരോധിക്കപ്പെട്ട നമ്മുടെ നാഥൻ, ആ നാഥൻ പറയുന്ന വിഷയങ്ങൾ അംഗീകരിക്കാതെ, സ്വീകരിക്കാതെ അഹങ്കാരത്തോടെ, അഹന്തതയോടെ നടക്കുന്ന മനുഷ്യനാരോ ആ മനുഷ്യൻ ഖിയാമത്ത് നാളിൽ ഫഇദാ ജാഅതിസ് സ്വാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീ വഉമ്മിഹി വഅബീ വസാഹിബതിഹി വബനീ ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅനൻ യുഅ്നീ. ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ ചികിടടിപ്പിക്കുന്ന ആ ശബ്ദം അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ
തന്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്ന ഒരു നിമിഷമാണത്. തന്റെ മാതാവിനെയും പിതാവിനെയും ഭാര്യയെയും മക്കളെയും എല്ലാവരെയും അവൻ വിട്ട് ഓടിപ്പോവുകയാണ്. അവന്റെ വിഷയം തന്നെ അവന് ചിന്തിക്കാൻ കഴിയാവുന്നതിനപ്പുറം അത്രക്ക് വിഷയങ്ങളുണ്ട്. മനുഷ്യൻ ബേജാറോടുകൂടി ഒരുപാട് മനപ്രയാസത്തോടെ തന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനോടാണ് റബ്ബ് പറയുന്നത്, മനുഷ്യ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ സുഖാനുഭൂതികളെ കുറിച്ചും സ്വർഗത്തിന്റെ ആനന്ദകരമായ ആഹ്ലാദപരമായ ആനന്ദദായകമായ കണ്ണിന് കൺകുളിർമയേകുന്ന മനസ്സിന് ആശ്വാസം നൽകുന്ന അതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും വിഭാവനം ചെയ്യാൻ കഴിയാത്ത മനോഹരമായ സ്വർഗം നിനക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ആ സ്വർഗത്തിലേക്കാണ് മനുഷ്യ നിന്നെ ഞാൻ വിളിക്കുന്നത് എന്ന് പറയുമ്പോ ആ സ്വർഗത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണിക്കുകയാം. ശഹീദ് മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസൻ വസഫ ഫിൽ ജന്ന. മഹാനായ സഹാബി വരിൽ സഹൽ ബിൻ സഅദ് അസ്-സഈദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂൽ സ്വർഗത്തിന്റെ മനോഹാരിതകൾ വർണ്ണിക്കുന്ന ഒരു സദസ്സിൽ ഞാൻ